എല്ലാവർക്കും എൻ്റെ ചാനൽ ബീനാസ് ഫൺ വേൾഡിലേക്ക് സ്വാഗതം. ഈ കുഞ്ഞൻ വ്ലോഗ് നിങ്ങളെ കൊണ്ടുപോകുന്നത് കേരളത്തിലെ സുന്ദരമായ ചെറായി ബീച്ചിലേക്കും ചെറായി ബാക്ക് വാട്ടേഴ്സിലോട്ടുമാണ്. ഞങ്ങൾ കുടുംബമായി ചെലവഴിച്ച ചെറായി പ്രദേശങ്ങളിലെ കാഴ്ചകൾ ഇവിടെ ഷെയർ ചെയ്യുകയാണ്. ഇനി കാണാം. ചെറായി ഒരു സുന്ദര ഗ്രാമമാണ്. ശരിക്കും പറഞ്ഞാൽ കൊച്ചിയിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ അകലെയുള്ള വൈപ്പിൻ ദ്വീപിലെ ഒരു ചെറിയ തീരദേശ ഗ്രാമമാണ് ഈ ചെറായി. ഈ ചെറായിയെ സുന്ദരമാക്കുന്നത് ഒരേ സമയത്ത് തന്നെ ചെറായിയുടെ ബീച്ചും ചെറായിയുടെ ബാക്ക് വാട്ടേഴ്സുമാണ്. അല്ലെങ്കിലും നമ്മുടെ കേരളം അതിൻ്റെ സുന്ദരമായ കായലുകളുടെ സൗന്ദര്യത്തിൽ പ്രശസ്തമാണല്ലോ. ചെറായി ബീച്ചിൻ്റെ ഏറ്റവും മനോഹര സവിശേഷതകളിലൊന്ന് അതിൻ്റെ തിരമാലകൾ തന്നെയാണ്. ചില നേരങ്ങളിൽ ഇവ വളരെ ഉയർന്നതും ശക്തവും ആർത്തലച്ചു വരുന്നതുമാണ്. കടലിൻ്റെ ഈ അലർച്ചയ്ക്കും അതിൻ്റെ ആഴത്തിലുള്ള ശബ്ദവും നമ്മുടെ മനസ്സിൽ ഒരു വിസ്മയം തന്നെ തോന്നിപ്പോകും. എന്നാൽ അടുത്ത നിമിഷം വളരെ താഴ്ന്നതും ശാന്തവുമായ തിരമാലകൾ കടലോരത്ത് കൂട്ടിയിട്ടിരിക്കുന്ന കൽക്കൂമ്പാരങ്ങളെ തഴുകിക്കടന്നു പോകുമ്പോൾ ഈ തരംഗങ്ങൾ നമ്മെ ഒരു സമാധാനത്തിൻ്റെ ലോകത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകും. രണ്ട് വ്യത്യസ്ത അനുഭവങ്ങളെ തരുന്ന ചെറായി ബീച്ച്. ഒരു കാലത്ത് ഈ ചെറായി ബീച്ചിന് നീണ്ടു കിടക്കുന്ന മണൽത്തിട്ടകളുണ്ടായിരുന്നു. അന്ന് ഈ കടൽ തിരമാലകൾ ഈ മണൽത്തിട്ടകളെ തഴുകിക്കടന്നു പോകുമ്പോൾ ഇവിടെ വരുന്നവർ ഈ മണൽത്തിട്ടകളിൽ കാൽ തെറ്റിച്ച് കളിച്ച് നടക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അതൊക്കെ വെറും ഒരു ഓർമ്മകൾ മാത്രമായിട്ട് അവശേഷിച്ചിരിക്കുന്നു. എന്നാൽ ഇന്ന് ചെറായി കടലിന് മുന്നിൽ പരിസ്ഥിതി സംരക്ഷണത്തിനായി കറുത്ത കൽക്കൂമ്പാരങ്ങൾ അടുക്കി വച്ചിരിക്കുകയാണ്. തിരമാലകൾക്ക് സ്വതന്ത്രമായി തീരം തഴുകാൻ പോലും കഴിയാതെ. അതുകൊണ്ട് ചെറായിലെ കടൽ തിരമാലകൾ ഇന്നൊരു പ്രതിസന്ധിയിലാണ്. കാരണം ഇനി ഈ തിരമാലകൾക്ക് തീരം തഴുകണമെങ്കിൽ ഈ കറുത്തുകൂർത്ത കല്ലുകൾ കടന്നു വേണം കരയുടെ അടുത്ത് ചെന്നെത്താൻ. അതിൻ്റെ പ്രതിഷേധത്തിലാണോ ഈ ചെറായി ബീച്ചിലെ തിരമാലകൾ ഇത്രയും ശക്തമായി ആഞ്ഞടിക്കുന്നത് എന്ന് പോലും തോന്നിപ്പോകുന്നു. എന്തൊക്കെയായാലും ഈ ചെറായി കടലിനുമുണ്ടൊരു സംഗീതം. കാരണം ആ സംഗീതത്തിനൊത്ത് പണ്ട് കടലിൻ്റെ മണൽപ്പരപ്പിൽ നൃത്തം ചെയ്തിരുന്നതാണ് ചെറായിലെ ഈ തിരമാലകൾ. എന്നാൽ ഇന്ന് ഈ തിരമാലകൾ മണൽപ്പരപ്പിൽ കൂട്ടിയിട്ടിരിക്കുന്ന കറുത്ത കല്ലുകളിൽ തട്ടി തിരമാലകളുടെ നൃത്തത്തിന് താളം തെറ്റിപ്പോയോ എന്നൊരു സംശയമുണ്ട്. എങ്കിലും ഈ ചെറായിക്കടലിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഉയരുന്ന ഭാവം മറ്റൊരു വേറിട്ട സംഗീതമായി ഇന്നും ജനങ്ങളെ ആകർഷിക്കുന്നു. അതുകൊണ്ടാണ് ചെറായി ബീച്ച് കാണാൻ വീണ്ടും ആളുകൾ എത്തുന്നത്. മുന്നിൽ കാണുന്നത് ചെറായി കായൽ എന്ന ജലസുന്ദരിയാണ്. ഇവിടെ തൊട്ടടുത്ത് വലകളിൽ പ്രതീക്ഷയുമായി മത്സ്യത്തൊഴിലാളികളുണ്ട്. ഈ കായൽ തീരങ്ങളിൽ കാതോർത്താൽ കാറ്റും നിഴലും ചേർന്ന് പതിയെ മൂളുന്ന പാട്ട് കേൾക്കാം. ഈ കായൽക്കരയിലെ ഓരോ മരത്തിനും ഓരോ പൂവിനും സംഗീതമുണ്ട്. ഇവിടെ ആകെ ഒരു ശാന്തത തളം കെട്ടി നിൽക്കുന്നു. മാത്രമല്ല ഈ കായലിൻ്റെ മൗനസാക്ഷികളായി നിലകൊള്ളുകയാണ് ഇവിടുത്തെ കാറ്റും മരങ്ങളും. ഈ കായലിൻ്റെ കരയിൽ മാൻഗ്രൂവ് വേരുകൾ ഇടതൂർന്ന് കെട്ടിപ്പിണഞ്ഞു കിടക്കുന്നത് പുതിയൊരു ജീവിതത്തിൻ്റെ കാഴ്ചകളായി മാറുന്നു. ആകാശം വെള്ളത്തിൽ തൊട്ടു നിൽക്കുന്നത് പോലെ തോന്നുന്നു. ഇവിടുത്തെ മരങ്ങളും പൂക്കളും ആകാശവുമെല്ലാം കായലിൻ്റെ സൗന്ദര്യം കൂട്ടുന്നുണ്ട്. ഇവിടെ ഞാനുമിതാ ഈ ചെറായിയുടെ സ്നേഹതീരത്ത് ഈ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുകയാണ്.